കമ്മ്യൂണിസ്റ്റ് ദൈവമുണ്ടോ? അങ്ങനെ അതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവമുണ്ടോ എന്നുള്ളതല്ല. ഈ അമ്പലം പൊളിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ദൈവകോപം ഉണ്ടായി എന്നൊക്കെ തോന്നലുണ്ടായി. ഇപ്പം എൻ്റെ മനസ്സിലുള്ള എൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ധനത്തോടുള്ള ആഗ്രഹവും സ്ത്രീയോടുള്ള ആഗ്രഹവും ഒരിക്കലും തീരാതെ അടങ്ങാതെ ഞാൻ ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ മന്ത്രം പറഞ്ഞാൽ നീ രക്ഷപ്പെടും. എങ്ങനെ രക്ഷപ്പെടും? ഒരിക്കലും രക്ഷപ്പെടില്ല. കാവ്യ ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ ഒരു മതത്തിൻ്റെയോ ഒന്നും ചിഹ്നമല്ല കാവ്യങ്ങൾ വന്നു. ആദ്യം നമ്മൾ പറയില്ല, കാരണം SFI മുതൽ കൊച്ചിലെ കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിപ്പിച്ചു വരുന്ന SFI. ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ ചില വ്യക്തികൾ വരണം. അതിൽ പ്രായമോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഒന്നും ചിലപ്പോൾ ഘടകമാകില്ല. എന്നാൽ അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം. അദ്ദേഹത്തിൻ്റെ പേര് മനു എന്നാണ്. നമസ്കാരം. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ. തിരുവനന്തപുരം ജില്ലയിൽ ആര്യനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത്. എൻ്റെ വീട് അവിടെയാണ്. എങ്ങനെയാണ് ഈ പൂജ കർമ്മങ്ങളിലോട്ട്? അതിൻ്റെ ഈ അമ്മയുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അമ്മയുടെ കുടുംബമൂർത്തികളുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഒരു ക്ഷേത്രത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മളെ ഈ ഭാഗത്ത് തെക്കതുകളെന്ന് പറയും തിരുവനന്തപുരം ജില്ലയിൽ. ഈ തെക്കതുകളുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ആണ് ഇതിലേക്ക് ആദ്യമായി ഞാൻ വരുന്നത്, ഇതിനെക്കുറിച്ച് അറിയുന്നത്, ഇതിനെക്കുറിച്ച് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഒന്നും അറിയാതെയാണ് നമ്മളിത് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എടാ ഇത് ഇറങ്ങരുത്, വളരെ സൂക്ഷിക്കേണ്ടതാണ്, ഇത് വിചാരിക്കും പോലെ അല്ല, ഭയങ്കര പേടിയാണ്, സൂക്ഷിക്കേണ്ട വിഷയമാണെന്നാണ്. എനിക്ക് കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടാണ് അന്നും ഇന്നും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതിനകത്ത് വേറെ എനിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവമുണ്ടോ? അങ്ങനെ അതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവമുണ്ടോ എന്നുള്ളതല്ല. അപ്പോൾ കുടുംബവും കുടുംബക്ഷേത്രവും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യമായി ഇത് വരികയാണ്, ഇങ്ങനെ കാണുകയാണ്, ഇതിലേക്ക് വരുന്നു. അപ്പോൾ അതിൽ നിന്നത്തെ ആദ്യം തിക്ത അനുഭവങ്ങളാണ് എനിക്കുണ്ടായത്. അപ്പോഴാണ് ഞാനിത് ആലോചിച്ചത്, ഇതുണ്ടോ എന്നുള്ള. ആദ്യം ഇത് ഇല്ല എന്നുള്ളതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള രീതിയിൽ. ഇതില്ല, ഇങ്ങനൊരു സമ്പ്രദായമേ ഇല്ല, ഇത് ഇതാണ് എന്നുള്ളതാണ് വിഷയം. സാധാരണ ഈ പൂജയ്ക്ക് പോകുന്നവരെയും അമ്പലത്തിൽ പോകുന്നവരെയൊക്കെ അവർ കളിയാക്കാൻ ഇതില്ല എന്നുള്ളതാണ്. ആ ഒരു ഇതോടുകൂടെ ഞാൻ ഇതിനകത്ത് ഇറങ്ങുന്നത്. ഒരു വീടുണ്ട് തൊട്ടടുത്ത്, നമ്മുടെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. അപ്പം ഇത് അവിടെ ഒരു വഴിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഇത് പൊളിക്കാം, വീട് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു അവിടെ ആൽത്തറകളാണ്, നമ്മുടെ ആൽത്തറകൾ, അതങ്ങ് പൊളിച്ച് മാറ്റിയിട്ട് നമ്മുടെ തന്നെ ബന്ധുവിൻ്റെ വീടിൻ്റെ അവിടത്തേക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഇറങ്ങിയതാണ് ഞാൻ. അപ്പോൾ വീട്ടിൽ നമ്മൾ പറയുന്നില്ല, വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ഇതിൻ്റെ ആവശ്യമില്ല, അതെന്തെങ്കിലുമൊക്കെ രീതി നടന്നു പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ആദ്യമായി വരുന്നത്. അത് ഇടിച്ചു, സ്വാഭാവികമായിട്ടും അത് ഇടിക്കുകയും അവിടത്തേക്ക് തടം വെട്ടുകയും ഒക്കെ ചെയ്തു. തടമാണ്, റോഡ് ആവുന്നതിന് മുമ്പുള്ള തടം വെട്ടുകയൊക്കെ ചെയ്തു. അത് സ്വാഭാവികമായിട്ടും അത് പിന്നെ ഞാൻ ഈ പെണ്ണുള്ളവർ പറയും പോലെ ഇതെന്താണെന്ന് പിന്നെയാണ് മനസ്സിലാക്കിയത്. അന്വേഷിച്ചത് അനുഭവങ്ങളാണ് അന്വേഷണത്തിലേക്ക് നമ്മൾ എത്തിച്ചത്. ഈ അമ്പലം പൊളിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ദൈവകോപം ഉണ്ടായി എന്നൊക്കെ തോന്നലുണ്ടായി. അപ്പം പിന്നെ അനുഭവങ്ങൾ വന്നു. ആദ്യം നമ്മൾ പറയില്ല, കാരണം SFI മുതൽ കൊച്ചിലെ കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിപ്പിച്ചു വരുന്ന SFI പഠിച്ചു വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനോടൊന്നും വലിയ, അപ്പോൾ ആദ്യം ഒരാളുടെ വീട് നടക്കട്ടെ എന്നുള്ളതാണ്. വീട്ടിൻ്റെ ഭാഗത്തേക്ക് ദൈവം അപ്പോൾ അതിലേക്ക് അങ്ങനെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ വരുമ്പോൾ എനിക്ക് തിക്താനുഭവങ്ങൾ ഒരുപാടുണ്ടായി. അപ്പോൾ പിന്നെ ഇത് ക്ലിയർ ചെയ്യണമല്ലോ. പ്രതീക്ഷിക്കാതെ അടി കിട്ടുമ്പോൾ, നമുക്ക് ഒരാളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് അടി കിട്ടുമ്പോൾ നമുക്ക് ഓക്കെ വിഷയമാണ്. ഇത് എവിടെ നിന്ന് ഒന്നും അറിയാതെ കിട്ടുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും. അപ്പോൾ തന്നെ എൻ്റെ നാട്ടിൽ തന്നെ എന്നെ പഠിപ്പിച്ച SG ബാഹുലയൻ നായർ എന്ന് പറയുന്ന സ്കൂൾ അധ്യാപകനുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ള, ഞങ്ങളുടെ സ്കൂളിൽ. അദ്ദേഹത്തിൻ്റെ അടുത്ത്, അപ്പോൾ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയാം. അദ്ദേഹം സംസ്കൃത MA ആണ്, ഈ വിഷയങ്ങളെല്ലാം അറിയാം. അപ്പോൾ സ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. സാർ, ഇങ്ങനെ എനിക്കൊരു വിഷയമുണ്ട്, ഇന്നൊന്ന് ക്ലിയർ ആവണം. അദ്ദേഹം പറഞ്ഞു, എന്നാലും വരും. അപ്പോൾ ഞാൻ ആദ്യം അദ്ദേഹം ചോദിച്ചത്, പൊളിച്ചൊക്കെ കഴിഞ്ഞാന്ന് ചോദിച്ചു. എങ്ങനെ പൊളിച്ചെല്ലാം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൊളിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നാൽ നീ വീട്ടിൽ വന്നോ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരികയും പഠിക്കുകയും ഏകദേശം ഒരു 16 വർഷത്തോളം അദ്ദേഹം, എൻ്റെ ഗുരുനാഥനിപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരിച്ചു. 16 വർഷത്തോളം എന്നെ ഒരു മോനെ പോലെ അദ്ദേഹം കൊണ്ട് നടന്ന് പഠിപ്പിച്ചു എന്നാണ്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ സ്കൂൾ അധ്യാപകനായതുകൊണ്ട് അധ്യാപകൻ്റെ ഒരു രീതി ഉണ്ടല്ലോ,
എങ്ങനെ പഠിക്കണം അത് എഴുതി വരച്ചു സംവിധാനം ചെയ്ത് കുറേശ്ശെ പഠിപ്പിച്ചെടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ഈ വേഷഭൂഷാദികളോ മറ്റു കാര്യങ്ങളോ ഒന്നും താല്പര്യമില്ല. ഇത് കറക്റ്റ് ഒരു 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 കണക്ക് പോലെയാണെന്നും ഇത് ചെയ്താൽ ഫലിക്കുമെന്നും എന്നുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഈ വേഷഭൂഷാദികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വേഷം വെള്ളയാണ്. മറ്റ് ഇപ്പം കാവി ധരിക്കാം, അല്ലെങ്കിൽ പൊട്ട് തൊടാം. എന്തുകൊണ്ടാണ് അതൊക്കെ അങ്ങ് ചെയ്യാത്തത്? അല്ല, ഇത് കാവി ധരിക്കുക എന്ന് പറഞ്ഞാൽ കാവിക്ക് പവിത്രതയുണ്ട്. കാവിക്ക് കാവിയുടേതായ പവിത്രതയുണ്ട്. നാളെ എനിക്ക് വേണമെങ്കിൽ കാവിയെല്ലാം എടുത്തിട്ട് ഞാൻ ഈ രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ട്. അങ്ങനെ അത് വളരെ കാണാത്ത രീതിയിലാണ് ധരിച്ചിരിക്കുന്നത്. അന്ന് പറയുമ്പോൾ കാവിയിട്ട് ഈ രുദ്രാക്ഷം ധരിച്ച് കുറികൾ 96 കുറിയും തൊട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനോട് ഞാനൊരു മാന്യത കാണിക്കണം. ഇത് ചുമ്മാ എടുത്ത് ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു, എല്ലാം പിന്നെ കഴിഞ്ഞതിന് ശേഷം എടുത്ത് ഉപയോഗിക്കേണ്ടതല്ല കാവി. കാവി ഉപയോഗിക്കണമെങ്കിൽ അതിന് പവിത്രതയും മാന്യതയും എന്ന് മുതൽ നമ്മൾ കാവി ധരിക്കുന്നു ആ കാവി ധരിച്ചാൽ അതിനോട് മാന്യത ഞാൻ കാണിക്കും. അല്ലെങ്കിൽ ഇത് ധരിക്കരുത്. സന്യാസി ആയിക്കഴിഞ്ഞാൽ ഏത് ആശ്രമത്തിലെ സന്യാസിയാണെങ്കിലും സന്യാസി ആയിക്കഴിഞ്ഞാൽ ആ ആശ്രമത്തിലെ ഗുരു കാണിച്ചു തന്ന വഴിയിലൂടെ പോയില്ലെങ്കിൽ അവിടെ തന്നെ പട്ടിയായി ജനിക്കുമെന്നുള്ളതാണ്. മനസ്സിലായല്ലേ? ഇപ്പം നമ്മൾ പിന്നെ പേരെടുത്ത് പറയാം, ഞാനൊരു ശ്രീനാരായണീയനാണ്. SNDPയുടെ ആശ്രമത്തിലെ സന്യാസിമാർ അവിടെ എന്തെങ്കിലും പോക്കിരുത്തനം കാണിച്ചാൽ ശ്രീനാരായണ ഗുരു തുടങ്ങി വെച്ചൊരു പാതയുണ്ട്. ആ പാതയ്ക്ക് എതിരായി അല്ലെങ്കിൽ അദ്ദേഹം ഈശ്വരനെ കണ്ടെത്തിയൊരു വഴിയുണ്ട്. ശ്രീനാരായണ ഗുരുനാഥന് ഈശ്വരനെ കണ്ടെത്തിയൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ മാത്രമേ അവിടെ ഇരിക്കുന്ന ഗുരുനാഥന്മാർക്ക് സഞ്ചരിക്കാൻ പറ്റും. മാറി സഞ്ചരിക്കാൻ പറ്റും. കാരണം അദ്ദേഹമാണ് ഈശ്വരനെ കണ്ടെത്തിയിട്ടുള്ളത്. ആ ഗുരുനാഥനാണ് ഈശ്വരനെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഗുരുനാഥൻ കണ്ടെത്തിയ ഈശ്വരനെ ഇവർക്ക് കാണണമെങ്കിൽ ഇവർ ആ ഈശ്വരൻ്റെ വഴി പിന്തുടരണമെന്നാണ്. അദ്ദേഹം ഒരു വഴി വെട്ടിവെച്ചിട്ടുണ്ട്. തീർച്ചയായും അത് ഓരോ സന്യാസി ആശ്രമങ്ങളിലും നമ്മൾ ഇപ്പോൾ ഏത് ഗുരുവിനെയാണോ, ഇപ്പം എൻ്റെ ഗുരുനാഥൻ പറ്റിയ വഴിയിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. SG ബാഹുലേൻ നായർ എന്ന് പറയുന്ന എൻ്റെ ഗുരുനാഥൻ വെട്ടിത്തന്ന പാതയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അതുപോലെ അപ്പോൾ എനിക്ക് ഈശ്വരനെ കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വഴി സ്വീകരിച്ചാലേ പറ്റും. ആ വഴിയിലാണ് ഞാൻ ഈശ്വരനെ കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാവിയും രുദ്രാക്ഷവും നമ്മൾ ധരിക്കേണ്ടത് മറ്റുള്ളവരെ കാണിക്കാനല്ല, ഈശ്വര വിശ്വാസം അത് നമുക്ക് തരുന്ന ഒരു മാന്യതയാണ്. കാവി ധരിച്ച് രുദ്രാക്ഷം ധരിച്ചാൽ അതിനൊരു മാന്യത. പിന്നെ ജനങ്ങൾ നമ്മളെ കാണുന്ന സ്വാമി എന്നാണ് വിളിക്കുന്നത്. ആ സ്വാമിക്കൊരു മാന്യത വേണം, അതീശത്വമാണ്. സ്വാമി എന്ന് പറയുമ്പോൾ എൻ്റെ അതീശത്വമാണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിരിക്കുകയാണ്. നമ്മൾ ശ്രീ പത്മനാഭ പെരുമാളാണ് നമ്മുടെ സ്വാമി. അതെ, തിരുവനന്തപുരം ജില്ലയല്ല, ചക്രവർത്തിയാണ്. ഇന്ത്യയുടെ മൊത്തം ചക്രവർത്തി, ജില്ലക്കാരുടെ അല്ല, അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ അനുസരിച്ച് മൊത്തം ചക്രവർത്തിയാണ്. അപ്പം ഈ സ്വർണ്ണം അതിപ്പോഴാണല്ലോ സ്വർണം കണ്ടിട്ട് ഇവർ പറയുന്നത്. ഞാൻ അതിനു മുമ്പേ നമ്മളവിടെ പോകാറുണ്ട്. എത്രയോ വർഷങ്ങൾ 16 വർഷം കൊണ്ട് തന്നെ ഞാൻ പോകാറുണ്ട്. അന്നൊന്നും 16 വർഷത്തിന് അന്നൊന്നും ഇത്രയും ആളില്ല. സ്വർണം കണ്ടതിന് ശേഷമാണ്. പക്ഷെ അന്നേ അദ്ദേഹത്തെ ഇവിടെ ചക്രവർത്തി ഭാവത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാജാക്കന്മാർ നമ്മുടെ രാജാക്കന്മാരും പിന്നെ കിരീടം വയ്ക്കാറില്ലല്ലോ. പത്മനാഭനാണ് കിരീടം ധരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ അതിനൊരു മാന്യത വേണമെന്നുള്ളതാണ്. എന്തും കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സ്വാമി എന്ന് വിളിക്കുമ്പോൾ സന്യാസി നമ്മുടെ സ്വാമിയാണ്. വിളിക്കുന്നവൻ്റെ അതീശത്ത് നമ്മൾ വരികയാണ്. അത് മാന്യത നമ്മൾ കാണിക്കണ്ടേ? തീർച്ചയായും. ഇപ്പോൾ പല കേസുകളിലും പല സ്വാമിമാരും പെട്ടിട്ടുണ്ട്, ഒരുപാട് സ്വാമിമാർ പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് സ്വാമി അത് പെട്ടാൽ അത് വിഷയമാണ്. ബാക്കിയുള്ളവരെല്ലാം സന്യാസിക്കെതിരെ തിരിയുന്നെന്ന് പറഞ്ഞാൽ സന്യാസി എന്ന് പറയുമ്പോൾ അതിനൊരു മാന്യതയുണ്ട്. അല്ലാതെ എനിക്ക് നാളെ കാഷായമൊക്കെ എടുത്തിട്ട് കുറേ കുറികളൊക്കെ അടിച്ച് വെച്ചിട്ട് എനിക്ക് ആയി തോന്നിയത് പറഞ്ഞ് പോകാൻ കഴിയില്ല. പക്ഷേ ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് സഞ്ചരിക്കാം. എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ആ കാവ്യയോട് ഞാൻ കാവ്യയെ ബഹുമാനിക്കുന്നു. കാവ്യ ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ ഒരു മതത്തിൻ്റെയോ ഒന്നും ചിഹ്നമല്ല കാവ്യ. കാവ്യക്ക് അതിൻ്റെ കാവ്യ ഉപയോഗിക്കുന്നത് കുറച്ച് വ്യക്തികൾ മാത്രമേ, ബാക്കിയുള്ളവർ മറ്റ് കളറുകളിലേക്ക് തേടി പോകും. അല്ല, അത് അറിയാത്തതുകൊണ്ടാണ്. കാവ്യയെക്കുറിച്ച് അറിയാത്തത് അല്ല, പാർട്ടിക്കാർ പോകുന്നതിലല്ല വിഷയം. ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ ഒരു കുറച്ച് വ്യക്തികൾ ഇപ്പൊ RSS കാവ്യ ഉപയോഗിക്കുന്നു. അവർ ആ കാവ്യമായിട്ട് കാണുന്നു, കാവ്യക്കൊടി കെട്ടുന്നു അമ്പലത്തിൽ. പക്ഷെ മറ്റൊരു സൈഡിൽ ഒരു ഉത്സവം വരുമ്പോൾ അവരുടെ വെള്ളക്കൊടിയോ ചുവപ്പ് കൊടിയോ, ചുവപ്പ് കാളിയുടെ ചിഹ്നമാണ്. അല്ല, ഭദ്രകാളിയുടെ ചിഹ്നം തന്നെ ചുവപ്പാണ്. കാളിയുടെ ചിഹ്നം ചുവപ്പാണ്. അങ്ങനെ പിന്നെ ദേവി ചുവന്ന വർണ്ണത്തിലാണ്. അപ്പോൾ അവർ വേണമെങ്കിൽ ചുവപ്പ് പറയാം. ഇത് രാഷ്ട്രീയമല്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇത് രാഷ്ട്രീയമല്ല നമ്മൾ പറയുന്നത്. ഈ കാവിക്കൊരു മാന്യതയുണ്ട്. അത് ആരുടുത്താലും, അത്
പിന്നെ രാഷ്ട്രീയക്കാരാണെങ്കിൽ ആരാണെങ്കിലും നമ്മൾ ശബരിമല പോകുമ്പോൾ കറുപ്പെടുക്കുന്നു കാവി എടുക്കുന്നു അതൊരു മാന്യതയാണ് കാണിക്കുന്നത്. നമ്മൾ ചിലർ പറയില്ലേ ചില വസ്ത്രങ്ങൾ വേഷഭൂഷാദികളോടൊപ്പം ചിലർ വരുമ്പോൾ നമ്മുടെ മുമ്പ് ഒന്ന് നിൽക്കുമ്പോൾ ആ കസേരയ്ക്കാണ് വില. അല്ല വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി മാറി വരും, കസേരയ്ക്കാണ് വില. ഇതാണ് ഈ കാവ്യയുടെ ഒരു മഹത്വം. ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കാവ്യ കൊടുത്തു, എൻ്റെ ഇഷ്ടത്തിനുള്ള വായി തോന്നിയ ഒരു മന്ത്രം ഞാൻ എൻ്റെ ഭക്തനായി വരുന്നത് പറയുന്നു. ഇത് അങ്ങോട്ട് ഇത് പിന്നെ പറയുന്നു. എന്നിട്ട് ഇത് ഇവർ പറയുകയാണെന്ന് വെച്ചാൽ ഇതങ്ങ് ചാറ്റ് ചെയ്തോളാനാണ് പറയുന്നത്. ഇത് ചാറ്റ് ചെയ്യാൻ നീ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. ഈ മന്ത്രം പറഞ്ഞാൽ നീ രക്ഷപ്പെടും. എങ്ങനെ രക്ഷപ്പെടും? ഒരിക്കലും രക്ഷപ്പെടില്ല. ഒരു സന്യാസിയെ സംബന്ധിച്ച് നമ്മൾ ഒരു സന്യാസി ഒരു വ്യക്തിക്ക് വേണ്ടി ഇരിക്കുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ നന്മയും വാക്കും പ്രവൃത്തിയും എല്ലാം ലോകത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ മനു എന്നുള്ള ഞാൻ ഒരു സന്യാസിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ സന്യാസി എനിക്ക് വേണ്ടിയല്ല ഇരിക്കുന്നത്. അദ്ദേഹം എനിക്കൊരു വഴികാട്ടി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ലോക നന്മ, അല്ലാതെ ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ നന്മ അല്ലെങ്കിൽ കേരളത്തിൻ്റെ നന്മ അല്ലെങ്കിൽ ഇതല്ല, ലോകം ഈ ഭൂമിയുടെ ഈ ചരാചരങ്ങളുടെ നന്മയാണ് ഉദ്ദേശിക്കുന്നത്. സാക്ഷാൽ ശ്രീ പത്മനാഭൻ അല്ല മഹാവിഷ്ണുവിൻ്റെ മഹാവിഷ്ണു പത്മനാഭൻ നമുക്ക് പറയാം. നമ്മൾ തിരുവനന്തപുരത്ത് മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിൽ മുനി ചവിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ അദ്ദേഹം അതവിടെ കിടക്കട്ടെ എന്നാണ് പറഞ്ഞത്. ശ്രീവത്സം മാറായി കിടക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പറയുന്നത് എന്താണ്? ഈശ്വരന് മുകളിലാണ് ഈ സന്യാസി. കാവ്യയെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കണം. ഈശ്വരന് മുകളിലാണ് സന്യാസി. അപ്പോൾ ഈ സന്യാസി കൊടുക്കുന്ന കാവ്യക്ക് അതിൻ്റേതായ മാന്യതയുണ്ട്. അതൊരു രാഷ്ട്രീയക്കാരനോ ഒരു വ്യക്തിക്കോ എന്ന് എടുത്ത് ഉപയോഗിക്കേണ്ടതല്ല. ഉപയോഗിച്ചാൽ എന്ന് മുതൽ നമ്മൾ ഉപയോഗിക്കുന്നു അന്ന് മുതൽ നമ്മൾ അതിനോട് മാന്യത കാണിക്കണം. അപ്പോൾ തീർച്ചയായും. അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാനൊരു ചോദ്യം, ഇത് വിവേകമാണെന്ന് എനിക്ക് അല്ലല്ല. യോഗി ആദിത്യനാഥ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം കാവി ധരിച്ചിട്ടാണ്, സന്യാസിയാണ്. അതിനെന്തെങ്കിലും പ്രശ്നം? അത് അവരുടെ അഖാഡയിൽ, അദ്ദേഹം സന്യാസ സമ്പ്രദായത്തിൽ ആ ഒരു അഖാഡയിൽ നിന്ന് അദ്ദേഹം സന്യാസ ദീക്ഷ എടുത്ത മനുഷ്യനാണ്. ഒരു അഖാഡയിൽ നിന്ന് സന്യാസ ദീക്ഷ എടുത്ത മനുഷ്യനാണ്. അപ്പം ഇത് ഞാൻ നേരത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത വഴി, അദ്ദേഹത്തിനൊരു ഗുരുനാഥനുണ്ടാവും. ആ ഗുരുനാഥൻ പഠിപ്പിച്ചു കൊടുത്ത വഴിയും അദ്ദേഹം കമ്മലിട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടാണ് കമ്മലിട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില പൂജാ രീതികൾ ശ്രദ്ധിച്ചാൽ അറിയാം. എങ്ങനെ അദ്ദേഹം യോഗിയുടെ രീതികൾ, ചില പ്രാർത്ഥനാ രീതികൾ എല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം. അത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഗുരുനാഥൻ, അത് അഖാഡകൾ എന്നൊക്കെയാണ് അവരൊക്കെ ഇന്ത്യയിലൊക്കെ പറയുന്നത്. അവരുടെ അഖാഡകൾപ്പെട്ട ഗുരുനാഥന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയാണ്, അവരതേ പിന്തുടരും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമെന്തോ അത് എനിക്ക് യോജിപ്പുള്ള രാഷ്ട്രീയമൊന്നുമല്ല എങ്കിൽ പോലും അദ്ദേഹം എന്നുള്ള വ്യക്തിയുള്ള സന്യാസിയോട് എനിക്ക് യോജിപ്പെട്ടു. സന്യാസി ഒരു നല്ലൊരു ഭരണാധികാരി ആവാം. സന്യാസിമാർ ആയാൽ എന്താ കുഴപ്പം? സന്യാസി ലോക നന്മയ്ക്കുള്ള ആളാണ്. അപ്പം ലോകത്തിൻ്റെ അതീശത്വം സന്യാസിക്ക് ഈശ്വരന് മുകളിലാണ്. അദ്ദേഹം ആയതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പോകുന്ന വഴിയിൽ ചിലപ്പോൾ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതെനിക്കുണ്ടായിക്കൂടെ എന്ന വ്യക്തിക്കുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്യാസത്തോടോ അദ്ദേഹം പിന്നെ ഈശ്വര വിശ്വാസത്തോടോ എനിക്ക് എതിർപ്പില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് എനിക്ക് എതിർപ്പുണ്ട്, വിയോജിപ്പുണ്ട്. ഞാൻ മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. എൻ്റെ ചിന്ത സ്വതന്ത്രമാണ്, എനിക്ക് ചിന്തിച്ചൂടെ. അപ്പം എനിക്കത് വിയോജിപ്പുണ്ട്. ഞാനത് പരസ്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്യാസത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറയും, ഇപ്പം ഇത് പറയും ഇതെല്ലാം വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു അവിശ്വാസിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയാൻ പറ്റില്ല, എന്നാലും രാഷ്ട്രീയത്തിലുണ്ട്. ഒരു ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സമൂഹത്തെ കൊണ്ടുപോകാൻ ഒരു സന്യാസിക്ക് പ്രാപ്തമാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ എടുത്ത് അദ്ദേഹം ലോകനന്മയല്ലേ ചെയ്തത്? ജാതിയില്ല, മതമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചെയ്തത് ലോകനന്മയല്ലേ ചെയ്തത്? എങ്ങനെ അദ്ദേഹം ഒരാൾ കേന്ദ്രീകരിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം വന്ന സന്യാസിമാരത് പിന്നെ ഒരു ജാതിയുടെ സന്യാസി എന്നൊക്കെ പറഞ്ഞു, അത് സന്യാസിക്ക് വിവരമില്ല. അത് പറഞ്ഞ അദ്ദേഹത്തിന് അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. അതുപോലെ ശ്രീ എമ്മും അദ്ദേഹത്തിന്റെ വൈറ്റാണ്. അദ്ദേഹം മറ്റൊരു പിന്നെ ജാതിയിലുള്ള ആളല്ലേ, മതത്തിലും ജാതിയല്ല മതത്തിൻ്റെ ആളല്ലേ. അദ്ദേഹം കൂടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഇവിടെ എല്ലാവരും ഒന്നിപ്പിച്ചില്ലേ, രാഷ്ട്രീയക്കാരെ ഒന്നിപ്പിച്ച് കലഹങ്ങൾ വേണ്ട എന്ന് പറയിപ്പിച്ചു. ഇതൊക്കെ ചെയ്യിച്ചില്ലേ അദ്ദേഹത്തിൻ്റെ ജോലി അതാണ്, സന്യാസിയുടെ ജോലി അതാണ്, ലോക നന്മയാണ്. ഒരു രാഷ്ട്രീയത്തിൻ്റെ കീഴിൽ അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സന്യാസി എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ചുമ്മാ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതെ. ഈ പൂജാവിധികളുടെ കാര്യം പറഞ്ഞു. ഇപ്പം ഞാൻ രുദ്രാക്ഷം എനിക്കെപ്പോഴാണ് ഞാനൊരു സാധാരണ മനുഷ്യൻ, എനിക്കെപ്പോഴായിരിക്കും ഒരു കാവി ഉടുക്കേണ്ട ഒരു അവസ്ഥ വരിക, രുദ്രാക്ഷം പുറത്ത് കാണിക്കേണ്ട അവസ്ഥ വരുന്നത്? ഇത് ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് അവനവൻ്റെ മോഹവും ആഗ്രഹവും ക്രോധവും ഇതെല്ലാം അടങ്ങിയതിന് ശേഷം ഇതിലേക്ക് പോകുന്നതാണ് നല്ലത്. അത് 15ാമത്തെ വയസ്സിൽ ഇത് അടങ്ങുമെങ്കിൽ
അപ്പം തുടങ്ങാം. 7ാമത്തെ വയസ്സിൽ ഇത് അടങ്ങുമെങ്കിൽ അപ്പം തുടങ്ങാം. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് അടങ്ങണം. ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ധനത്തോടുള്ള ആഗ്രഹവും സ്ത്രീയോടുള്ള ആഗ്രഹവും ഒരിക്കലും പിന്നെ തീരാതെ അടങ്ങാതെ ഞാൻ ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സന്യാസിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് പലരും കേസ് ചെന്ന് വീണത്.